ഹലോ കൂട്ടുകാരെ, 9ാം ക്ലാസ്സിലെ മാത്സിന്റെ 3ാം ചാപ്റ്ററായ സമാന്തര വരകൾ പാരലൽ ലൈൻസ് അതിലെ മധ്യഭാഗം അല്ലെങ്കിൽ മിഡ് സെക്ഷൻ അതിലെ അവസാനത്തെ ചോദ്യം 5ാമത്തെ ചോദ്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ആദ്യം ചോദ്യം ഒന്ന് വായിച്ചു നോക്കൂ. ഏത് ചതുർഭുജത്തിന്റെയും വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചു കിട്ടുന്ന ചതുർഭുജം സാമാന്തരികമാണെന്ന് തെളിയിക്കുക. Prove that the quadrilateral formed by joining the midpoints of any quadrilateral is a parallelogram. അകത്തെ ചതുർഭുജം ചുവടെ പറയുന്ന ഓരോ രൂപങ്ങളുമാകാൻ ആദ്യത്തെ ചതുർഭുജത്തിന്റെ സവിശേഷതകൾ എന്തായിരിക്കണമെന്ന് വിശദീകരിക്കുക. എ സമഭുജ സാമാന്തരികം, ബി ചതുരം, സി സമചതുരം. Explain what should be the original quadrilateral to get the inner quadrilateral as A rhombus, B rectangle and C square. ഓക്കെ, അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ ഉത്തരം കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ്, ഒരു ചതുർഭുജം തന്നിട്ടുണ്ട്. അപ്പോൾ വലിയ ചതുർഭുജം ABCD ആണെന്ന് കരുതുക. ഇനി അവയുടെ മധ്യബിന്ദുക്കൾ മിഡ് പോയിന്റ്സ് PQRS ആണ്. അത് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് PQRS എന്ന ഒരു സാമാന്തരികം പാരലോഗ്രാം കിട്ടും. ഒരു ക്വാഡ്രിലാറ്ററൽ കിട്ടും, അതായത് ഒരു ചതുർഭുജം കിട്ടും. അത് സാമാന്തരികമാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതാണ് ആദ്യത്തെ ഭാഗം. ആദ്യത്തെ വലിയ ചതുർഭുജത്തെ ABCD എന്നും അതിന്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കളെ യഥാക്രമം PQRS എന്നും കരുതുക. Let the original large quadrilateral be ABCD and let PQRS be the midpoints of its sides respectively. ഇനി ഇവിടെ നമ്മൾ ഈ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചുണ്ടാക്കുന്ന ഉള്ളിലെ ചതുർഭുജമാണ് PQRS. The inner quadrilateral formed by joining these midpoints is PQRS. ചോദ്യത്തിന്റെ ആദ്യ ഭാഗം എന്താണ്? സാമാന്തരികമാണെന്ന് തെളിയിക്കണം. Proving PQRS is a parallelogram. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്, വലിയ ചതുർഭുജത്തിന്റെ ഒരു വികർണമായ AC വരയ്ക്കുക. Draw one of the diagonals AC of the large quadrilateral. ഓക്കെ, ഇനി നമുക്ക് ത്രികോണം ABCയിൽ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര PQ വികർണമായ ACക്ക് സമാന്തരവും അതിന്റെ പകുതിയുമാണ്. PQ സമാന്തരം AC, PQ സമം അര AC മധ്യബിന്ദു സിദ്ധാന്തപ്രകാരം. In triangle ABC, the line joining the midpoints PQ is parallel to the diagonal AC and
the length of PQ is half the length of AC. ഓക്കെ അല്ലേ? അപ്പോൾ പി ക്യു എ സിക്ക് സമാന്തരമാണ്. പി ക്യുവിൻ്റെ ലെങ്ത് എ സിയുടെ പകുതിയാണ്. ഓക്കെ, ഇനി സ്റ്റെപ്പ് 3 നോക്കൂ. ത്രികോണം എ ഡി സിയിൽ എസ് ആർ എ സിക്ക് സമാന്തരവും അതേപോലെ എസ് ആർ എ സിയുടെ പകുതിയുമായിരിക്കും. ഓക്കെ, in triangle ADC, the line joining the midpoints SR is parallel to the same diagonal AC and its length is half of AC. ഓക്കെ, അപ്പോൾ എന്താണ് സ്റ്റെപ്പ് 2 നിന്നും സ്റ്റെപ്പ് 3 നിന്നും മനസ്സിലാക്കാവുന്ന കാര്യം? എസ് ആറിൻ്റെ നീളം പി ക്യുവിൻ്റെ നീളവും തുല്യമാണ്. കാരണം രണ്ടും അര എ സി ആണ്. കൂടാതെ ഇത് രണ്ടും എ സിക്ക് സമാന്തരമായതുകൊണ്ട് സമാന്തരവുമായിരിക്കും. ഇതിൽ നിന്ന് ഉള്ളിലെ ചതുർഭുജത്തിന്റെ ഒരു ജോഡി എതിർവശങ്ങളായ പി ക്യുവും എസ് ആറും പരസ്പരം സമാന്തരവും നീളത്തിൽ തുല്യവുമാണെന്ന് ലഭിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇത് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഈ ബ്രാക്കറ്റിൽ എഴുതിയ കാര്യങ്ങൾ മാത്രം എഴുതിയാലും മതി കേട്ടോ. ഓക്കെ, ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നീട്ടി വലിച്ച് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പി ക്യു സമാന്തരം എസ് ആർ, പി ക്യു സമം എസ് ആർ. ഫ്രം ദിസ് വി ഗെറ്റ് one pair of opposite sides PQ and SR are parallel and equal to each other. Okay, ഒരു ചതുർഭുജത്തിന്റെ ഒരു ജോഡി എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമായാൽ ആ ചതുർഭുജം സാമാന്തരികമാണ്. Since one pair of opposite sides is equal and parallel, the inner quadrilateral PQRS always remains as a parallelogram. അപ്പോൾ ഇത് ഒരു സാമാന്തരികം അല്ലെങ്കിൽ പാരലലോഗ്രാം ആണെന്ന് തെളിയിച്ചു. ഇനി ചോദ്യത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് പോവാം. രണ്ടാം ഭാഗത്തിൽ പറയുന്നത് ആദ്യത്തെ ചതുർഭുജത്തിന്റെ സവിശേഷതകൾ എന്തായിരിക്കണം? എന്തിനു വേണ്ടി? ഉള്ളിലുള്ള സാമാന്തരികം, ഉള്ളിലുള്ള പാരലലോഗ്രാം വേറെ പല രൂപത്തിലാവാൻ, അതായത് സമഭുജ സാമാന്തരികം റോംബസ്, ചതുരം റെക്റ്റാങ്കിൾ, സമചതുരം സ്ക്വയർ, ഇവ ആവാൻ നമ്മുടെ ആദ്യത്തെ ചതുർഭുജം, അതായത് പുറത്തുള്ള വലിയ ചതുർഭുജം ഈ ക്വാഡ്രിലാറ്ററല് എന്തായിരിക്കണം, എങ്ങനെ ആയിരിക്കണം, അതാണ് നോക്കാൻ പോകുന്നത്. ഉള്ളിലെ സാമാന്തരികത്തിന്റെ വശങ്ങൾ ആദ്യത്തെ ചതുർഭുജത്തിന്റെ വികർണങ്ങളായ എ സി, ബി ഡി എന്നിവയ്ക്ക് സമാന്തരവും അവയുടെ പകുതിയുമാണ്. ഓക്കെ, നമ്മൾ നേരത്തെ എ സി എന്ന വികരണം അതേപോലെ പി ക്യു, എസ് ആർ എന്നീ രണ്ട് വശങ്ങളും തമ്മിൽ പറഞ്ഞു. അതേപോലെ എസ് പി, ആർ ക്യു എന്നീ വശങ്ങൾ ഡി ബി എന്ന വികരണത്തിന്റെ പകുതിയായിരിക്കും. എസ് പി ആൻഡ് ആർ ക്യു are parallel to the diagonal DB and their length is equal to half DB. Okay, ഇനി നമുക്ക്
തന്നിരിക്കുന്ന ഉള്ളിലെ സാമാന്തരികം സമഭുജ സാമാന്തരികമാവണമെങ്കിൽ എന്ത് വേണം? ഇപ്പോൾ നമ്മുടെ വികർണങ്ങൾ രണ്ടും തുല്യമായാൽ എന്ത് സംഭവിക്കും? ഇവിടെ പി ക്യൂവും എസ് ആറും അര എ സി ആണ്. എസ് പിയും ആർ ക്യൂവും അര ബി ഡി ആണ്. ഇനി എ സിയും ബി ഡിയും തുല്യമായാൽ എന്ത് സംഭവിക്കും? 4 വശങ്ങളും 4 സൈഡും തുല്യമാവും. ഓക്കെ, ആദ്യത്തെ ചതുർഭുജത്തിന്റെ 2 വികർണങ്ങളുടെയും നീളം കൃത്യം തുല്യമായാൽ അത് സമഭുജ സാമാന്തരികമായിരിക്കും. The 2 diagonals of the original quadrilateral must be equal in length for rhombus. ഓക്കെ, ഇപ്പൊ നമുക്ക് പുറത്തുള്ള വലിയ ത്രികോണമല്ല, ചതുർഭുജം ചതുരമോ സമപാർശ്വ ലംബമോ ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവയുടെ വികർണങ്ങളുടെ നീളം തുല്യം ആയിരിക്കും. ഓക്കെ, അതായത് നമ്മുടെ ഔട്ടർ ക്വാഡ്രിലാറ്ററൽ റെക്ടാംഗിളോ ഐസോസിലസ് ട്രപ്പീസിയമോ ആണെങ്കിൽ their diagonals എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതവിടെ ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ സമഭുജ സാമാന്തരികമാവണമെങ്കിൽ, റോംബസ് ആവണമെങ്കിൽ 2 വികർണങ്ങളും 2 ഡയഗണൽസും ഈക്വൽ ലെങ്ത് ആയിരിക്കണം, തുല്യ നീളമായിരിക്കണം. ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പി ക്യു ആർ എസ് ചതുരം, അതായത് റെക്ടാംഗിൾ ആവണമെങ്കിൽ എന്താണ് വേണ്ടത്? ഇപ്പോൾ പി ക്യു ആർ എസ് റെക്ടാംഗിൾ ആവണമെങ്കിൽ, അതായത് ചതുരമാവണമെങ്കിൽ ഓരോ കോണുകളും 90 ഡിഗ്രി ആവണം. ഇത് 90 ഡിഗ്രി ആവണമെങ്കിൽ വികർണങ്ങൾ പരസ്പരം ലംബമായിരിക്കണം. ഡയഗണൽ മസ്റ്റ് ബി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. പെർപെൻഡിക്കുലർ ആയി കഴിഞ്ഞാൽ ഇവിടെയുള്ള 4 കോണുകളും 4 ആംഗിൾസും 90 ഡിഗ്രി വീതമാവും. ഓക്കെ, അപ്പോൾ ഈ കോണുകളും എന്താവും? 90 ഡിഗ്രി അല്ലെങ്കിൽ മട്ടകോൺ ആയിരിക്കും, റൈറ്റ് ആംഗിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചതുർഭുജത്തിന്റെ 2 വികർണങ്ങളും പരസ്പരം ലംബമായാൽ പി ക്യു ആർ എസ് ചതുരമാവും. The 2 diagonals of the original quadrilateral must be perpendicular to each other to form PQRS as rectangle. ഇപ്പോൾ നമ്മുടെ എ ബി സി ഡി എന്ന ചതുർഭുജം, അതായത് ക്വാഡ്രിലാറ്ററലില് ഒരു സമഭുജ സാമാന്തരികം അല്ലെങ്കിൽ റോംബസ് അല്ലെങ്കിൽ പട്ടം, കൈറ്റ് ആ രൂപത്തിലാണെങ്കിൽ ആണെങ്കിൽ ഇവയുടെ വികർണങ്ങൾ അല്ലെങ്കിൽ ഡയഗണൽസ് നോക്കിയാൽ എന്തായിരിക്കും? അവര് പരസ്പരം ലംബമായിരിക്കും, അതായത് ദേ ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഓക്കെ, അപ്പോൾ ഈ പുറത്തുള്ള ചതുർഭുജം, സമഭുജ സാമാന്തരികം, പട്ടം, റോംബസ്, കൈറ്റ് ഇതുപോലെ ആവുകയാണെങ്കിൽ അകത്തുള്ള സാമാന്തരികം പാരലലോഗ്രാം എന്തായി മാറും? സമഭുജ സാമാന്തരികം,
ചതുരമായിട്ട് മാറും, അതായത് റെക്റ്റാങ്കിൾ ആയിട്ട് മാറും. ഓക്കെ, ഇനി മൂന്നാമത്തെ ഭാഗം എന്താണ്? PQRS ഒരു സമചതുരം, സ്ക്വയർ ആവണം. സ്ക്വയറിന്റെ പ്രത്യേകത എന്താണ്? 4 വശങ്ങളും തുല്യമാണ്. ഓൾ സൈഡ്സ് ആർ ഈക്വൽ. കൂടാതെ എല്ലാ കോണുകളും 90 ഡിഗ്രിയാണ്. ഓൾ ആംഗിൾസ് ആർ 90 ഡിഗ്രി. അപ്പോൾ സൈഡ്സ്, വശങ്ങൾ തുല്യമാവണമെങ്കിൽ വികർണങ്ങളായ AC-യും BD-യും തുല്യമായിരിക്കണം. ഇനി AC-യും BD-യും പരസ്പരം ലംബമാണെങ്കിൽ, അതായത് പെർപെൻഡിക്കുലർ ആണെങ്കിൽ 90 ഡിഗ്രി ആവും. അപ്പോൾ PQRS ഒരു സമചതുരമാവണമെങ്കിൽ ആദ്യത്തെ ചതുർഭുജത്തിന്റെ വികർണങ്ങളുടെയും 2 വികർണങ്ങളുടെയും നീളം തുല്യമായിരിക്കണം. കൂടാതെ അവ പരസ്പരം ലംബവുമായിരിക്കണം. AC സമം BD കൂടാതെ AC ലംബം BD. The diagonals of the original quadrilateral must be both equal and perpendicular to each other. Then PQRS becomes a square. Okay. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് ചെയ്തത്? വികർണം ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഡയഗണൽ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാർട്ട്, ആദ്യ ഭാഗം കാണിക്കാൻ വേണ്ടി ഒരു ഡയഗണൽ ഉപയോഗിക്കുക. ആ ഒരു ഡയഗണലിന് എന്താണ് സമാന്തരമാണ് 2 വശങ്ങൾ എന്നും അവ ആ വികർണത്തിന്റെ ഡയഗണലിന്റെ പകുതിയാണെന്നും കാണിക്കുക. പിന്നെ സമഭുജ സാമാന്തരികം, റോംബസ്, ചതുരം റെക്റ്റാങ്കിൾ, സ്ക്വയർ സമചതുരം, ഇവ ആവാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ മധ്യഭാഗം, മിഡ് സെക്ഷൻ എന്ന ഭാഗത്തിലെ 5 ചോദ്യങ്ങളും നമ്മൾ 5 വീഡിയോ ആയി ചെയ്തിട്ടുണ്ട്. ഇതിലുള്ള പ്രോബ്ലംസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്തതായി ത്രികോണ കേന്ദ്രങ്ങൾ, അതായത് ട്രയാങ്കിൾ സെന്റേഴ്സ് എന്ന ഒരു പാഠഭാഗമാണ് നോക്കാനുള്ളത്. ആദ്യം അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങൾ, തിയറി ഭാഗം നമുക്ക് നോക്കണം. അതിനുശേഷം ഇതിലെ ചോദ്യങ്ങൾ നമുക്ക് ചെയ്തു നോക്കാം. അത് നമുക്ക് അടുത്ത വീഡിയോയിലും തുടർന്നുള്ള വീഡിയോയിലും ചെയ്യാം. അപ്പോൾ കൂട്ടുകാരെ, ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.